വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നല്ലോ. നമുക്കിന്ന് ഒരു അച്ചപ്പം ഉണ്ടാക്കി നോക്കിയാലോ. ഇതേപോലെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് നിറപറയുടെ വറുത്ത അരിപ്പൊടി 500 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഞാൻ 2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിൽ 1 കപ്പ് പാൽ കൂടി മിക്സിയിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത്രയും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഈ കൂട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ടിലേക്ക് ബാക്കി ഉണ്ടായിരുന്ന 1 കപ്പ് തേങ്ങാപ്പാലും 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം. വെള്ളത്തിന് പകരം തേങ്ങയുടെ 2 പാലും ചേർക്കാം. ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് മാറ്റം വരാം. വെള്ളം കുറേശ്ശെ ചേർത്ത് ദോശ മാവിനേക്കാൾ അയഞ്ഞ പരുവമാക്കി എടുക്കണം. അതിലേക്ക് 2 ടീസ്പൂൺ എള്ളും 1 ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. കൂടെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ അച്ചിൽ അതിൽ മുക്കി വെച്ചിട്ടുമുണ്ട്. അച്ച് നന്നായി ചൂടായില്ലെങ്കിൽ മാവ് അതിൽ പറ്റിപ്പിടിക്കുകയും ഇളകി വരികയും ഇല്ല. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ എടുക്കാതിരിക്കുന്ന അച്ചുണ്ടെങ്കിൽ കുറച്ച് വാളൻപുളി വെള്ളത്തിലിട്ട് അച്ച് അതിലിട്ട് നന്നായി തിളപ്പിക്കുക. തണുത്തതിന് ശേഷം അച്ച് നന്നായി കഴുകി ഉണക്കിയെടുക്കുക. അതിൽ നന്നായി എണ്ണ തേച്ച് പുരട്ടി വെക്കുക. ഒരു ദിവസം മുന്നെയെങ്കിലും ഇങ്ങനെ ചെയ്യുക. ശേഷം ഓരോ അച്ചപ്പം ഉണ്ടാക്കുമ്പോഴും എണ്ണയിലിട്ട് ചൂടാക്കി എടുക്കുക. ഇനി മാവ് മുക്കിയെടുക്കാം. അച്ചിൻ്റെ മുക്കാൽ ഭാഗമേ മാവ് മുക്കാവൂ. ശേഷം എണ്ണയിൽ മുക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് അച്ചപ്പം തയ്യാറാക്കിയെടുക്കാം. അച്ചപ്പത്തിൻ്റെ 2 ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നിടം വരെ മൂപ്പിച്ചെടുക്കുക. ശേഷം എടുക്കാം.
അങ്ങനെ നമ്മുടെ അച്ചപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ള അച്ചപ്പമാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. അപ്പോൾ see you with next video. Bye from Achu.